മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ യോസഫിൻ്റെ കാരാഗ്രഹവാസം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന ആ കാരാഗ്രഹവാസം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്ന ചരിത്രമാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒടുവിലായിട്ട് നമ്മൾ ഓർത്തത് ആ കാരാഗ്രഹവാസത്തിലുണ്ടായിരുന്ന ദൈവിക ഉദ്ദേശങ്ങളിലൊന്ന് ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ബോധ്യം ഫറവോന് നൽകുവാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 324 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 41 അധ്യായത്തിൽ യോസഫിൻ്റെ കാരാഗ്രഹവാസം ദൈവം എങ്ങനെയൊക്കെ നന്മയ്ക്കാക്കി തീർത്തു എന്നുള്ളത് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്ന് നാം ഓർക്കുവാനായിട്ട് പോകുന്നത് 4ാമത്തെ വിഷയമാണ്. അതായത് ആ കാരാഗ്രഹവാസം കൊണ്ടുണ്ടായ 4ാമത്തെ നന്മ എന്താണ്, അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്. അത് നമുക്ക് 36 വാക്യം 41 അധ്യായത്തിലും അതുപോലെ തന്നെ 41 അധ്യായത്തിൻ്റെ 53 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനതിനെ ഇങ്ങനെ പറയട്ടെ. ഈ കാരാഗ്രഹവാസം, അന്ന് ഫറവോൻ കണ്ട സ്വപ്നം, ഇതെല്ലാം ദൈവം ദേശത്തിൻ്റെ നന്മയ്ക്ക് മുഖാന്തരമാക്കി തീർത്തു. 53 വാക്യം മുതൽ 57 വാക്യം വരെയുള്ള ഭാഗം ഞാൻ വേഗത്തിൽ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചാലും. മിസ്രൈം ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള 7 സംവത്സരം കഴിഞ്ഞപ്പോൾ യോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. എന്നാൽ മിസ്രൈം ദേശത്തെല്ലായിടത്തും ആഹാരം ഉണ്ടായിരുന്നു. പിന്നെ മിസ്രൈം ദേശത്തെല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രൈമ്യരോടൊക്കെയും, നിങ്ങൾ യോസഫിൻ്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസെഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു. മിസ്രൈമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രൈം ദേശത്ത് എങ്ങും കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ യോസഫിൻ്റെ അടുക്കൽ വന്നു. ഇവിടെ സ്വപ്നം ഫറവോൻ കണ്ടത് വ്യാഖ്യാനിച്ച യോസഫിനെ നാം കാണുന്നു. ആ യോസഫ് പറഞ്ഞത് മുഖാന്തരം അനുസരിച്ചതുകൊണ്ട്, അപ്രകാരം പ്രവർത്തിച്ചതുകൊണ്ട് ദേശത്തുണ്ടായ ക്ഷാമത്തിൽ നിന്ന് സർവ്വദേശത്തിനും ഒരു രക്ഷ ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ കാരാഗ്രഹം വന്നു എന്ന് വരാം. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചുവെന്ന് വരാം. എന്നാൽ അതിൽ നിന്ന് ദേശത്തിൻ്റെ രക്ഷയുണ്ടാകുവാൻ, അനേകർക്ക് ആത്മീയ പ്രയോജനങ്ങൾ ഉണ്ടാകുവാൻ, ചിലർക്ക് പ്രത്യേകമായ ജീവിത നന്മകൾ ഉണ്ടാകുവാൻ അത് ദൈവം മുഖാന്തരമാക്കി തീർക്കുമെങ്കിൽ അതിലും വലിയൊരു വിഷയം നമുക്ക് കാണുവാനായിട്ടില്ല. ഇവിടെ ഇതാ ഈ ക്ഷാമമുണ്ടായി. ഈ ക്ഷാമത്തെക്കുറിച്ച് യോസഫ് നേരത്തെ വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനത്തിൻ്റെ ആധാരം യോസഫ് കണ്ട സ്വപ്നമാണ്. ഈ സ്വപ്ന വ്യാഖ്യാനമാണ് യോസഫിനെ മുൻപിലേക്ക്, അധികാരത്തെ ഉന്നത ശ്രേണിയിലേക്ക്
കൊണ്ടുവന്നതെന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ 53 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 7 സംവത്സരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതാ അടുത്ത 7 സംവത്സരം കഠിനമായ ക്ഷാമമുണ്ടാകുകയാണ്. ആദ്യത്തെ 7 സംവത്സരം സുഭിക്ഷതയുടെ 7 സംവത്സരമാണ്. അതിനുശേഷം വരുവാൻ പോകുന്ന 7 മഹാക്ഷാമത്തിൻ്റെ വർഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് മിസ്രൈം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ജനങ്ങൾ ആഹാരത്തിനായി ഭരണാധികാരിയായ ഫറവോനോട് നിലവിളിക്കുകയാണ്. മനുഷ്യൻ വിശപ്പിനാൽ വലയുന്ന ജനങ്ങൾ ഒന്നടങ്കം ഫറവോൻ്റെ അടുക്കിലേക്ക് എത്തുന്ന ഒരു ചരിത്രവും ചിത്രവുമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവർ ആഹാരത്തിനായിട്ട് നിലവിളിക്കുകയാണ്. പക്ഷെ ഫറവോൻ എന്താ പറഞ്ഞത്? ഫറവോൻ മിസ്രൈമ്യരോടൊക്കെയും നിങ്ങൾ യോസഫിൻ്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ ക്ഷാമകാലത്ത് ഫറവോന് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേകമായ വിഷയത്തിൽ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്തിലുള്ള അനേകർക്ക് നമ്മെ ചൂണ്ടിക്കാണിപ്പാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നാം തീർച്ചയായിട്ടും ഉപയോഗിക്കപ്പെടുന്നവരായി തീരണം. നമ്മളിലുള്ള ദൈവാത്മ അധിവാസം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങൾ ഏറെ വിശുദ്ധിയും നന്മയുമുള്ളതായി തീരുമ്പോൾ അനേകർക്ക് അത് പ്രയോജനപ്പെടുവാൻ മുഖാന്തരമായി തീരും. ലോകത്തിന് നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ അടുക്കൽ വന്നാൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളും അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം അനേകർക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കത്തക്ക നിലയിൽ അത് രൂപാന്തരപ്പെടുന്നതായി തീരണം. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 56 വാക്യത്തിലേക്ക് വരുമ്പോൾ ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു. മിസ്രൈമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രൈം ദേശത്തെങ്ങും കഠിനമായി തീർന്നു. 37 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ യോസഫിൻ്റെ അടുക്കൽ വന്നു. കേവലം മിസ്രൈമ്യർ മാത്രമല്ല, സകല ദേശത്തെമ്പാടുമുണ്ടായ ക്ഷാമത്തിൽ സകല ദേശക്കാർക്കും അവർക്ക് ലഭിച്ച നന്മയുടെ ആധാരം യോസഫ് എന്ന മനുഷ്യനാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനിങ്ങനെ പറയട്ടെ, ഒരു പ്രാർത്ഥന ഹൃദയത്തിലുണ്ടാകട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകുവാൻ, അനേകർക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ, ആത്മീയ ഭൗതിക നന്മകൾ നമ്മളിൽ നിന്ന് ലഭിപ്പാൻ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ ക്രമീകരിപ്പാനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.